ഗംഭീരം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോവും. അതിഗംഭീര എക്സ്പീരിയൻസ് തന്നിട്ടുള്ള സിനിമ കണ്ടു. ഇതൊരു ആനിമേഷൻ മൂവിയാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ആനിമേഷൻ മൂവി അല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല. ഞാൻ ഇത്തരം സിനിമകളൊക്കെ വളരെ കുറച്ച് കാണുന്ന ഒരാളാണ്. പക്ഷേ എന്നിട്ട് കൂടി എനിക്ക് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുള്ളൊരു സിനിമയാണ്. സിനിമയുടെ പേര് ദ വൈൽഡ് റോബോട്ട്. ഇത് ഈ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള ഒരു അമേരിക്കൻ സിനിമയാണ്. സിനിമയുടെ ജോണർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ സിനിമയിലെല്ലാം ഉണ്ട്. ഇതിൽ തമാശകൾ വരുന്നുണ്ട്, ഇതിൽ ഇമോഷണൽ രംഗങ്ങൾ വരുന്നുണ്ട്, നല്ല ഫീൽ ഗുഡ് മൊമെൻറ്റ്സ് വരുന്നുണ്ട്, സയൻസ് ഫിക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ അഡ്വഞ്ചർ കടന്നു വരുന്നുണ്ട്. എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റോസ് എന്ന് വിളിക്കുന്ന ഒരു റോബോട്ടിൻ്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. മനുഷ്യൻ്റെ ജോലിഭാരമൊക്കെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടും കൊടുക്കുന്ന ടാസ്കൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സർവീസ് ടൈപ്പ് റോബോട്ടുകളിലൊന്നാണ് റോസ്. ഇത്തരത്തിലുള്ള ഒരുപാട് റോബോട്ടുകളുമായിട്ട് പോയിട്ടുള്ള ഒരു കപ്പൽ തകർന്നടിയുന്നതും പിന്നീട് ഈ റോബോട്ട് മനുഷ്യവാസം ഇല്ലാത്ത ഒരു ദ്വീപിൽ എത്തിച്ചേരുന്നതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി വരുന്നത്. അവിടെ വെച്ച് അവിടുത്തെ വൈൽഡ് ലൈഫുമായിട്ട് ഇണങ്ങി അഡാപ്റ്റായിട്ട് ഈ റോബോട്ടിന് ജീവിക്കേണ്ടി വരുന്നതും അപ്രതീക്ഷിതമായിട്ട് അതിന് പിന്നീട് ഒരു അമ്മയുടെ റോളൊക്കെ ഏറ്റെടുക്കേണ്ടി വരികയൊക്കെ ചെയ്യുകയാണ്. ഈ റോബോട്ടിന് എങ്ങനെയാണ് അമ്മയുടെ റോൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. ഇതിലൊരുപാട് വേറെ ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഞാൻ സ്പോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ കണ്ടു തന്നെ അറിയുക. ഗംഭീരമായിട്ടുള്ളൊരു ആനിമേഷൻ വർക്കാണ് ഈ സിനിമയുടേത്. ഒരു ഹാൻഡ് പെയിൻറ്റഡ് എസ്തെറ്റിക്സൊക്കെയാണ് അവർ ഇതിൻ്റെ ആനിമേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ സീനും കാണാൻ നല്ല ഭംഗിയാണ്. ഒരുപാട് ഫണ്ണി ആയിട്ടുള്ള മൊമെൻറ്റ്സ് സിനിമയിലുണ്ട്. ഡയലോഗുകളൊക്കെ ഭയങ്കര ഫണ്ണി ആയിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഇമോഷണൽ രംഗങ്ങളാണ്. അവർ ഓരോ ക്യാരക്ടേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതും അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ ഭയങ്കര രസമായിട്ടാണ്. ശരിക്കും നമുക്ക് ഹൃദയത്തെ തൊടുന്ന ഒരുപാട് രംഗങ്ങൾ ഈ സിനിമയിലുണ്ട്. ചിരിയും കരച്ചിലൊക്കെ നമുക്ക് ഒരുമിച്ച് വരുന്ന പോലത്തെ ഒരു ഫീലൊക്കെ പല പോയിന്റിലും അനുഭവപ്പെടും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഗംഭീരമാണ്. തീർച്ചയായിട്ടും ഈ സീനിനൊക്കെ ഇമോഷണൽ രംഗങ്ങളൊക്കെ എലിവേറ്റ് ചെയ്യുന്നതിൽ അതിൻ്റെ മ്യൂസിക്കിന് വലിയൊരു പങ്കുണ്ട്. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ സിനിമ തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യാണ്ട് തന്നെ കാണുക. ഒരിക്കലും നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. നിങ്ങൾ ആനിമേഷൻ മൂവി കാണാത്ത ആളുകളാണെങ്കിൽ കൂടി ഈ സിനിമ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ ഇത് ഒരു ഒഫീഷ്യലായിട്ടുള്ള OTT പ്ലാറ്റ്ഫോമുകളിലൊന്നും ലഭ്യമല്ല. പക്ഷേ നെറ്റിൽ നിന്ന് നിങ്ങൾക്ക് സിനിമ കിട്ടും. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക.